പശ്ചിമേഷ്യയിൽ യുദ്ധം നീണ്ടു നിൽക്കുന്നത് കാർഷിക രംഗത്തെ പ്രതികൂലമായി ബാധിച്ചേക്കുമെന്ന് റിപ്പോർട്ട്. ഇന്ത്യയിലേക്ക് ഉൾപ്പെടെ കാർഷിക മേഖലയിലേക്ക് വേണ്ട കീടനാശിനിയുടെയും രാസവളത്തിൻ്റെയും വിലയിൽ വലിയ വ്യതിയാനം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും ഇവിടെ ഉൽപ്പാദനത്തിന് കാലതാമസം നേരിടുന്നു എന്നുമാണ് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനയായ ക്രോപ്പ് ലൈഫ് ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. വളങ്ങളുടെയും കീടനാശിനികളുടെയും അടക്കം വില വർധനവിന് യുദ്ധം ഇടയാക്കിയേക്കുമെന്നും ആശങ്ക ജനിപ്പിക്കുന്നത് ഇതാണ്. പശ്ചിമേഷ്യയിൽ യുദ്ധം നീണ്ടു നിൽക്കുന്നത് കാർഷിക രംഗത്തെ പ്രതികൂലമായി ബാധിച്ചേക്കുമെന്ന റിപ്പോർട്ട്. ഇന്ത്യയിലേക്കുൾപ്പെടെ കാർഷിക മേഖലയിലേക്ക് വേണ്ട കീടനാശിനികളുടെയും രാസവളങ്ങളുടെയും വിലയിൽ വലിയ വ്യത്യാസമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും ഇവിടെ ഉൽപ്പാദനത്തിന് കാലതാമസം നേരിടുമെന്നാണ് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനയായ ക്രോപ്പ് ലൈഫ് ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടതോടെ മറ്റു ചില റൂട്ടുകളെയും ആശ്രയിച്ചാണ് കീടനാശിനികളും രാസവസ്തുക്കളും എത്തിക്കുന്നത്. ഇതിനായി കൂടുതൽ സാമ്പത്തിക ചെലവ് വേണ്ടിവരും. കൂടാതെ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിനായി കൂടുതൽ സമയം വേണ്ടിവരും. കേരളത്തിലെ കർഷകരെ ഉൾപ്പെടെ ഇത് ഏറെ പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്കയുമുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഉൽപ്പാദന ചെലവ് 20 മുതൽ 25% വരെ വർദ്ധിക്കാനാണ് സാധ്യത. കമ്പനികൾക്ക് അധികമായി വരുന്ന ചെലവ് ഉൽപ്പന്നത്തിൽ നിന്നാവും ഈടാക്കുക. രാസവളങ്ങളുടെ വിലയിൽ നിലവിൽ തന്നെ വലിയ തോതിലുള്ള വർധനയാണ് ഉള്ളത്. അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതക്കുറവ് പല രാസവസ്തുക്കളുടെയും കീടനാശിനികളുടെയും ഉൽപ്പാദനത്തിന് തടസ്സമുണ്ടാക്കും. ഇത് ചെറുകിട ഇടത്തരം വ്യാപാര സ്ഥാപനങ്ങളെയും പ്രതികൂലമായി ബാധിക്കുമെന്ന് ക്രോപ്പ് ലൈഫ് ഇന്ത്യയുടെ ചെയർമാൻ ആങ്കൂർ അഗർവാൾ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. നിലവിലെ തടസ്സം തുടർന്നാൽ ഇന്ത്യയിൽ സൾഫറിന് ക്ഷാമം നേരിട്ടേക്കുമെന്നും റിപ്പോർട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.